കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അന്തരിച്ച ഹാസ്യ കലാകാരൻ കൊല്ലം സുധിയുടെ മകൻ കിച്ചുവും ഭാര്യ രേണു സുധിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായത്. അച്ഛന്റെ മരണത്തിന് ശേഷവും അതിനു മുൻപും താൻ നേരിട്ട വെല്ലുവിളികളും രണ്ടാനമ്മയായ രേണു സുധിയെക്കുറിച്ചുമുള്ളതായിരുന്നു കിച്ചുവിന്റെ ആദ്യ വീഡിയോ. അച്ഛന്റെ മരണവിവരം അറിഞ്ഞു പോകുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്നവർ ആഘോഷത്തിന്റെ മൂഡിലായിരുന്നുവെന്നും ഇടയ്ക്ക് അവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിരുന്നുവെന്നെല്ലാം കിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് രേണു സുധി ഒപ്പമുണ്ടായിരുന്നു എന്ന് കിച്ചു പറഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് ഭർത്താവിന്റെ മരണവിവരം അറിഞ്ഞു പോകുന്ന ഭാര്യ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചെന്ന തരത്തിൽ സൈബർ ആക്രമണം രേണു സുധിക്ക് നേരെ ഉയർന്നിരുന്നു. ഇതിൽ വ്യക്തത വരുത്തിയാണ് രേണു രംഗത്തെത്തിയിരുന്നത്. ഇരുവരുടെയും തുറന്നു പറച്ചിലുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആദ്യ വീഡിയോയിൽ കിച്ചു പങ്കുവച്ച കാര്യങ്ങൾ ഏതൊരാളെയും വേദനിപ്പിക്കുന്നതായിരുന്നു. ബാല്യം മുതൽ തനിക്ക് കടന്നു പോകേണ്ടി വന്ന പ്രയാസകരമായ ചുറ്റുപാടുകളെക്കുറിച്ചാണ് കിച്ചു പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ അച്ഛൻ മാത്രമാണ് തന്നോട് സംസാരിച്ചിരുന്നുവെന്നതും അച്ഛന്റെ മരണശേഷം നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും കിച്ചു പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് കിച്ചുവിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് പങ്കുവെച്ച് വ്ളോഗർ ഷെഫീന ബീവി രംഗത്തെത്തിയത്. കിച്ചുവിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്കായാണ് അക്കൗണ്ട് ഷെയർ ചെയ്തതെന്ന് ഷെഫീന ബീവി പറയുന്നു. ഇത് വലിയ ശ്രദ്ധ നേടിയതിന് പിന്നാലെ പ്രതികരണവുമായി കിച്ചു തന്നെ രംഗത്തെത്തി. ഞാനത് കണ്ടില്ലായിരുന്നു. എനിക്ക് ഇതും പറഞ്ഞ് കുറെ ഫോൺ കോളുകൾ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു മാറ്റിക്കുകയും ചെയ്തു എന്നായിരുന്നു കിച്ചുവിന്റെ പ്രതികരണം. അക്കൗണ്ട് ഡീറ്റെയിൽസ് പങ്കിട്ടതിന് ഷെഫീന ബീവിക്ക് നേരെ വലിയ രീതിയിൽ വിമർശനവും ഉയർന്നിരുന്നു. നൈസിന് പണം തട്ടാനുള്ള പരിപാടിയായിരുന്നല്ലേ എന്നായിരുന്നു വിമർശനങ്ങൾ. പിന്നാലെ പ്രതികരണവുമായി ഷെഫീന തന്നെ രംഗത്തെത്തി. ഇതേ തുടർന്ന് മറുപടിയുമായി ഷെഫീന രംഗത്തെത്തി. കിച്ചുവിന്റെ വീഡിയോയ്ക്ക് ശേഷം തന്റെ വീഡിയോയ്ക്ക് താഴെ കിച്ചുവിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് പങ്കിട്ടിരുന്നു എന്നും അത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല എന്നും ഷെഫീന പറഞ്ഞു. ഞാനത് ഡിലീറ്റ് ചെയ്തു. നിങ്ങൾ ആരും കൊടുക്കണ്ട, പ്രശ്നം തീർന്നില്ലേ എന്നായിരുന്നു അവരുടെ മറുപടി. കിച്ചുവിന്റെ നമ്പർ ഷെയർ ചെയ്യണമെന്ന് തനിക്ക് ഒരുപാട് കോളുകൾ വന്നിരുന്നുവെന്നും കൂടുതലും അമ്മമാരാണ് കോണ്ടാക്ട് ചെയ്തതെന്നും അവർ പറഞ്ഞു. അതുകൊണ്ടാണ് തൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിൽ കിച്ചുവിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഞാൻ ലക്ഷ്മി നക്ഷത്രയല്ല, പലരും വിളിച്ചിട്ട് തന്നെ കളിയാക്കുന്നുവെന്നാണ് കിച്ചു പറഞ്ഞത്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന കുഞ്ഞാണ് എന്നായിരുന്നു ഷെഫീന പറഞ്ഞത്.